കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നോക്കാം. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് മുൻപായിട്ട് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതം മുതൽ സമാധി വരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്ന് ഓർത്തു നോക്കാം. അതിനുശേഷം നമുക്ക് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ശ്രീനാരായണ ഗുരു ജനിച്ചത് 1856 ഓഗസ്റ്റ് 20 ഇദ്ദേഹം ജനിച്ച സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി എന്ന ഗ്രാമത്തിൽ വയൽവാരം വീട്ടിലാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പിതാവ് മാടനാശാനായിരുന്നു. അതായത് ശ്രീനാരായണ ഗുരുവിൻ്റെ പിതാവിൻ്റെ പേര് മാടനാശാൻ എന്നായിരുന്നു. ഈ മാടനാശാൻ അധ്യാപകനാണ്. അതായത് നമ്മൾ അധ്യാപകരെയൊക്കെ പണ്ട് കാലത്ത് ആശാൻ എന്നാണ് വിളിച്ചിരുന്നത്. ഈ മാടനാശാൻ തൻ്റെ വീട്ടിൽ സമ്മേളിക്കുന്ന ഗ്രാമവാസികൾക്ക് പുരാണങ്ങളൊക്കെ വായിച്ച് കേൾപ്പിക്കുകയും അതുപോലെ തന്നെ ആ പുരാണങ്ങളുടെ അതിൻ്റെ എല്ലാം അർത്ഥം വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇദ്ദേഹം മാടനാശാനായി മാറിയത്. മാടനാശാൻ പാരമ്പര്യമായി തന്നെ തൻ്റെ മകനെ വിദ്യകളൊക്കെ അഭ്യസിപ്പിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഇദ്ദേഹം ജ്യോതിഷവും വൈദ്യവും മലയാളം, തമിഴ്, സംസ്കൃതം ഇതൊക്കെ ഇതിൽ പെടും. അപ്പം ഇതെല്ലാം മാടനാശാൻ തൻ്റെ മകനെ അഭ്യസിപ്പിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു 1881 അഞ്ചുതെങ്ങിൽ കുടിപ്പള്ളിക്കുടം ആരംഭിച്ചു. ശ്രീനാരായണ ഗുരു 1881 അഞ്ചുതെങ്ങിൽ കുടിപ്പള്ളിക്കുടം ആരംഭിച്ചു. ഈ ദേവാലയങ്ങളെക്കാൾ സാമൂഹിക പുരോഗതിക്ക് ആവശ്യം വിദ്യാലയങ്ങളാണ് എന്ന് ഉദ്ബോധിപ്പിച്ച ഗുരു അങ്ങനെയാണ് വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തത്. അതുകൊണ്ട് തന്നെ പറഞ്ഞിരുന്നത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനുമാണ് ശ്രീനാരായണ ഗുരു ആഹ്വാനം ചെയ്തത്. കേരളീയ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെയും ജാതീയമായ വേർതിരിവുകൾക്കെതിരെയും ശബ്ദമുയർത്തിയ നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം മനുഷ്യസ്നേഹം മതമാക്കിയ ഗുരു എന്നറിയപ്പെടുന്നത്. മനുഷ്യസ്നേഹം മതമാക്കിയ ഗുരു എന്നാണ് ശ്രീനാരായണ ഗുരുവിനെ വിളിക്കുന്നത്. 1881 അഞ്ചുതെങ്ങിൽ കുടിപ്പള്ളിക്കുടം ആരംഭിച്ചു. അങ്ങനെ നാരായണൻ ആശാൻ എന്നുള്ളത് നാണു ആശാനായി മാറി. 1882 ഇദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് കാളി എന്നാണ്. ശ്രീനാരായണ ഗുരു തൻ്റെ ഭാര്യയെക്കുറിച്ച് എഴുതിയ കൃതിയാണ് കാളിമാല. ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് എഴുതിയ കൃതിയാണ് കാളിമാല. അങ്ങനെ ആ വർഷം തന്നെ 1882 തന്നെ അദ്ദേഹം അന്നിയൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടി. അന്നിയൂർ ക്ഷേത്രത്തിൽ വെച്ച് ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടി. അങ്ങനെ ചട്ടമ്പി സ്വാമികളുടെ നിർദ്ദേശപ്രകാരം നവമഞ്ചരി എന്ന കൃതിയും രചിച്ചു. ചട്ടമ്പി സ്വാമിയുടെ ഗുരുവാണ് തൈക്കാടയ്യ. അങ്ങനെ ചട്ടമ്പി സ്വാമികളുടെ ഗുരുവായ തൈക്കാടയ്യയെ ശ്രീനാരായണ ഗുരുവിന് ചട്ടമ്പി സ്വാമികൾ പരിചയപ്പെടുത്തി. പിന്നീട് ശ്രീനാരായണ ഗുരു തൈക്കാട അയ്യയുടെ ശിഷ്യനായി മാറി. തൈക്കാട അയ്യയിൽ നിന്ന് ഹഠയോഗ വിദ്യ ശ്രീനാരായണ ഗുരു അഭ്യസിച്ചു. പിന്നീട് ഇദ്ദേഹം ലൗകിക ജീവിതമൊക്കെ ഉപേക്ഷിച്ച് സന്യാസ ജീവിതം ആരംഭിക്കുന്നതിന് വേണ്ടി കന്യാകുമാരിയിലേക്ക് പോയി. അവിടെ മരുത്വ മലയ്ക്കടുത്ത് പിള്ളത്തടം ഗുഹയിൽ ഇദ്ദേഹം ധ്യാനത്തിനിരിക്കുകയും ചെയ്തു. തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം അരുവിപ്പുറത്തായിരുന്നു 1887. അന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് അവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുവാനോ അതുപോലെ തന്നെ പൂജ നടത്തുവാനോ ഇതിനൊന്നും അവകാശമുണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് അപ്പോഴായിരുന്നു. പിന്നീട് അദ്ദേഹം വിഗ്രഹാരാധനയുടെയും പ്രതിഷ്ഠയുടെയും മേൽജാതി കുത്തക തകർക്കുന്നതായിരുന്നു പിന്നീട് അദ്ദേഹം നടത്തിയ വിഗ്രഹ പ്രതിഷ്ഠകളൊക്കെ. അങ്ങനെ ഇദ്ദേഹം 1887 അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചു. 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ഇത് നെയ്യാറിൻ്റെ തീരത്താണ്. നെയ്യാറിൽ നിന്നും കല്ല് കൊണ്ടുവന്ന് പണി കഴിപ്പിച്ചതാണ് ഈ പ്രതിഷ്ഠ. 1887 അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിക്കുകയും 1888
അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ഇങ്ങനെ ശ്രീനാരായണ ഗുരു ക്ഷേത്രങ്ങൾ പണി കഴിപ്പിക്കുന്നതും പ്രതിഷ്ഠ നടത്തുന്നതും, അപ്പോൾ ഇതിനെതിരെയൊക്കെ സവർണ വിഭാഗക്കാരായ ആളുകൾ പ്രതികരിച്ചു. എന്നാൽ ഗുരു ഇതിന് കൊടുത്തിരുന്ന മറുപടി ഇങ്ങനെയായിരുന്നു: ഞാൻ നിങ്ങളുടെ ശിവനെയല്ല, ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നത് എന്നാണ് ശ്രീനാരായണ ഗുരു സവർണ വിഭാഗക്കാരായ ആളുകൾക്ക് നൽകിയിരുന്ന മറുപടി. പിന്നീട് ഇദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് സന്യാസി മഠവും വിദ്യാലയങ്ങളും ഒക്കെ ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നീട് 1891 ശ്രീനാരായണ ഗുരു ജാതീയതയ്ക്ക് എതിരെ പോരാടുന്നത് കണ്ട് അതിൻ്റെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് പരവൂർ കേശവനാശാൻ സുജാനം നന്ദിനി എന്ന പത്രം ആരംഭിക്കുകയുണ്ടായി 1891. പിന്നീട് 1895 ഇദ്ദേഹം ഡോക്ടർ പൽപ്പുവിനെ കണ്ടുമുട്ടി. നവോത്ഥാന നായകനായ ഡോക്ടർ പൽപ്പുവിനെ 1895 ശ്രീനാരായണ ഗുരു കണ്ടുമുട്ടി. ഇത് ബാംഗ്ലൂരിൽ വെച്ചിട്ടായിരുന്നു കണ്ടുമുട്ടിയത്. അതിനുശേഷം 1898 അരുവിപ്പുറം ക്ഷേത്രത്തിന് ഭരണസമിതി നിർമ്മിക്കുന്നത്. 1887 അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചു. 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തി. പിന്നീട് 1898 ഈ അരുവിപ്പുറം ക്ഷേത്രത്തിന് ഭരണസമിതി നിർമ്മിക്കുന്നത്. ഇതറിയപ്പെടുന്നത് അരുവിപ്പുറം ക്ഷേത്രയോഗം അല്ലെങ്കിൽ വാവൂട്ട് യോഗം എന്നാണ്. പിന്നീട് 1903 മെയ് 15 SNDP എന്ന സംഘടന രൂപം കൊണ്ടു. 1904 SNDPയുടെ ആദ്യത്തെ വാർഷികം. സംഘടന രൂപം കൊണ്ടു. 1904 ആദ്യ വാർഷികം ആരംഭിച്ചു. അത് അരുവിപ്പുറത്ത് വെച്ചിട്ടായിരുന്നു ആദ്യ വാർഷികം. SNDPയുടെ മുഖപത്രം, ഇതിൻ്റെ മുഖപത്രം വിവേകോദയമാണ്. ഇതിൻ്റെ സ്ഥാപക എഡിറ്റർ കുമാരനാശാൻ ആയിരുന്നത്. സ്വാമി വിവേകാനന്ദൻ്റെ പേരിൽ ആദരസൂചകമായിട്ട് വിവേകോദയം എന്ന പേരിലായിരുന്നു മുഖപത്രം. അതുകൊണ്ടാണ് അതിൻ്റെ പേര് വിവേകോദയം. ഇതിൻ്റെ സ്ഥാപക എഡിറ്റർ കുമാരനാശാൻ ആയിരുന്നു. ഈ വർഷം തന്നെ 1904 തന്നെ ഇദ്ദേഹം വർക്കലക്കുന്നിനെ ശിവഗിരിയാക്കി മാറ്റി. വർക്കലക്കുന്നിനെ ശിവഗിരിയാക്കി 1904. 1905 SNDPയുടെ 2ാം വാർഷികം നടന്നു. അത് നടന്നത് കൊല്ലത്ത് വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് കാർഷിക വ്യാവസായിക പ്രദർശന മേള സംഘടിപ്പിക്കപ്പെട്ടത് ഈ ഒരു സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. പിന്നീട് 1909 ശാരദാ മഠത്തിൻ്റെ ശിലാസ്ഥാപനം. ശാരദാ മഠത്തിൽ ശാരദ പ്രതിഷ്ഠ നടത്തിയിരുന്നത് 1912. അങ്ങനെ ശിവഗിരി മഠമായി മാറുന്നു. 1913 അദ്വൈതാശ്രമം സ്ഥാപിച്ചു. ഈ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് പെരിയാറിൻ്റെ തീരത്താണ്. ആലുവയിലെ പെരിയാറിൻ്റെ തീരത്താണ് അദ്വൈതാശ്രമം സ്ഥാപിച്ചത്. അവിടെ വെച്ച് ആണ് ഇദ്ദേഹം ദൈവദശകം നിർമ്മിക്കുന്നത്. പിന്നീട് 1918 ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശനം നടത്തി. 1922 ശിവഗിരിയിൽ വെച്ചിട്ട് രവീന്ദ്രനാഥ ടാഗോറും CF ആൻഡ്രൂസും ദീനബന്ധുവും ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി. അപ്പം അവർ അങ്ങനെ കണ്ടുമുട്ടിയ ആ ഒരു മീറ്റിങ്ങിൽ ഭാഷാപരമായ അന്തരമുള്ളതുകൊണ്ട് കുമാരനാശാനായിരുന്നു ത്രിപാഠിയായി പ്രവർത്തിച്ചത്. ശ്രീനാരായണ ഗുരുവിനെ പറ്റി രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഗുരുവിനേക്കാൾ മികച്ചതോ തുല്യനോ ആയ ഒരു മഹാത്മാവിനെയും കണ്ടിട്ടില്ല എന്ന് ടാഗോർ പറഞ്ഞു. ഗുരുവിനേക്കാൾ മികച്ചതോ തുല്യനോ ആയ ഒരു മഹാത്മാവിനെയും കണ്ടിട്ടില്ല എന്നാണ് ടാഗോർ പറഞ്ഞത്. എന്നാൽ നമ്മുടെ CF ആൻഡ്രൂസ് ദീനബന്ധു പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു എന്നാണ്. ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു എന്ന് CF ആൻഡ്രൂസ് ദീനബന്ധു പറഞ്ഞു. പിന്നീട് 1924 അദ്വൈതാശ്രമത്തിൽ ആദ്യ സർവമത സമ്മേളനം നടന്നു. 1924 അദ്വൈതാശ്രമത്തിൽ ആദ്യ സർവമത സമ്മേളനം നടന്നു. 1913 അദ്വൈതാശ്രമം സ്ഥാപിച്ചത്. 1924 അദ്വൈതാശ്രമത്തിൽ ആദ്യ സർവമത സമ്മേളനം നടന്നു. മതം എല്ലാം ഒന്നു തന്നെയാണ് എന്ന് ഈ ഒരു സമ്മേളനത്തിൽ പ്രചരിക്കപ്പെട്ടു. പിന്നീട് 1925 മാർച്ച് 12
ഇദ്ദേഹം മഹാത്മാഗാന്ധിയെ കണ്ടുമുട്ടി. അദ്ദേഹത്തിൻ്റെ കൂടെ സി രാജഗോപാലാചാരി ഉണ്ടായിരുന്നു. നമുക്കറിയാം ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് സി രാജഗോപാലാചാരി. അപ്പം അങ്ങനെ ഇവർ ശിവഗിരി വർക്കലയിൽ വെച്ച് കണ്ടുമുട്ടി. അപ്പം ഇവർ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഭാഷാപരമായ അന്തരമുള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ ദ്വിഭാഷ്യനായി നിന്നിരുന്നത് എൻ കുമാരനായിരുന്നു. എൻ കുമാരൻ. പിന്നീട് ഇദ്ദേഹം അടുത്ത വർഷം 1926 രണ്ടാം ശ്രീലങ്കൻ സന്ദർശനം നടത്തി. 1927 കണ്ണാടി പ്രതിഷ്ഠ, കളവങ്കോട് ക്ഷേത്രത്തിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഒരുപാട് പ്രതിഷ്ഠകൾ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ 43ാമത്തെ പ്രതിഷ്ഠയായിരുന്നു 1927 കളവങ്കോട് ക്ഷേത്രത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്ന കണ്ണാടി പ്രതിഷ്ഠ. അവിടെ ഓം എന്ന് അതിൽ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് 1928 ജനുവരി 18 ഏറ്റവും അവസാനമായി ശ്രീനാരായണ ഗുരു പങ്കെടുത്തിരുന്ന പൊതുയോഗം കോട്ടയത്ത് വെച്ച് നടന്ന SNDPയുടെ വിശേഷാൽ പൊതുയോഗമായിരുന്നു 1928 ജനുവരി 18. ഇദ്ദേഹം 1928 തന്നെയാണ് സമാധിയാകുന്നത്. സെപ്റ്റംബർ 20 1928 സെപ്റ്റംബർ 20 ശിവഗിരിയിൽ ഇദ്ദേഹം സമാധിയായി. പിന്നീട് 1933 ജനുവരി 1 ശിവഗിരിയെ ഒരു തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. 1967 ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയായി ശ്രീനാരായണ ഗുരു മാറി. അപ്പം ഇതൊക്കെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. മറ്റേ ചോദ്യം ഇതാണ്: കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ചോദ്യം ഇങ്ങനെയും ചോദിക്കാം: ആധുനിക കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നതും ശ്രീനാരായണ ഗുരുവാണ്. ആധുനിക കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നതും ശ്രീനാരായണ ഗുരുവാണ്. അടുത്ത ചോദ്യം നോക്കാം. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യകാല ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാനാണ്. പേട്ടയിൽ രാമൻപിള്ള ആശാൻ ജനിച്ചത് 1841 ഇദ്ദേഹം സംസ്കൃത പണ്ഡിതനും കവിയുമാണ് പേട്ടയിൽ രാമൻപിള്ള ആശാൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ മാത്രമല്ല, അത് പല പ്രശസ്തരായ വ്യക്തികളുടെയും, അതായത് നമ്മുടെ ചട്ടമ്പി സ്വാമികൾ, ഡോക്ടർ പൽപ്പു, ഇവരെല്ലാം പേട്ടയിൽ രാമൻപിള്ള ആശാൻ്റെ പാഠശാലയിലെ വിദ്യാർത്ഥികൾ ആയിരുന്നു. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവങ്കോട് ക്ഷേത്രത്തിലാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിനോടുള്ള ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 1967 ഓഗസ്റ്റ് 21. 1967 ഓഗസ്റ്റ് 21 ശ്രീനാരായണ ഗുരുവിനോടുള്ള ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം. അതുപോലെ തന്നെ മറ്റൊരു രാജ്യത്ത് ശ്രീലങ്കയിൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ശ്രീനാരായണ ഗുരു തന്നെയാണ്. ശ്രീലങ്കൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ശ്രീനാരായണ ഗുരുവാണ്. 2009 ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ശ്രീലങ്കൻ സന്ദർശനം, ഇദ്ദേഹം ആദ്യമായി ശ്രീലങ്ക സന്ദർശിച്ച വർഷം 1919. ഇദ്ദേഹം 2 തവണ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഒന്നാമത്തത് 1919, രണ്ടാമത്തെ ശ്രീലങ്ക സന്ദർശനം നടത്തിയത് 1926. തപാൽ സ്റ്റാമ്പിൽ മാത്രമല്ല, നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ശ്രീനാരായണ ഗുരുവാണ്. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ശ്രീനാരായണ ഗുരുവാണ്. അടുത്ത ചോദ്യം നോക്കാം. ഹഠയോഗ വിദ്യ ശ്രീനാരായണ ഗുരുവിന് പകർന്നു നൽകിയ വ്യക്തി. ഹഠയോഗ വിദ്യ ശ്രീനാരായണ ഗുരുവിന് പകർന്നു നൽകിയ വ്യക്തി തൈക്കാട് അയ്യ. ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാരിൽ ഒരാളാണ് തൈക്കാട് അയ്യ. ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാർ പേട്ടയിൽ രാമൻപിള്ള ആശാനും അതുപോലെ തന്നെ തൈക്കാട് അയ്യയുമാണ്. എന്നാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യകാല ഗുരുവാണ് പേട്ടയിൽ രാമൻപിള്ള ആശാൻ. അടുത്ത ചോദ്യം നോക്കാം.
ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. അതായത് അധസ്ഥിതരായ ജനവിഭാഗത്തിന് ക്ഷേത്രപ്രവേശനം അനുവദീയമല്ലാതിരുന്ന കാലത്ത് അവർക്കും പൂജിക്കാനും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനും ഒരു ക്ഷേത്രം വേണമെന്ന ആവശ്യത്തിന് ശ്രീനാരായണ ഗുരു 1888 നടത്തിയ പ്രതിഷ്ഠയാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. നെയ്യാറിൽ നിന്നെടുത്ത കല്ലുകൊണ്ടാണ് പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടായിരുന്നത്. നെയ്യാറിൽ നിന്നെടുത്ത കല്ലുകൾ കൊണ്ടാണ് പ്രതിഷ്ഠ നടത്തിയത്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണി കഴിപ്പിച്ചത് 1887. ശിവപ്രതിഷ്ഠ നടത്തിയത് 1888. 1898 അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപവൽക്കരിച്ച വർഷവും. ഈ അരുവിപ്പുറം ക്ഷേത്രയോഗമാണ് SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗം. അരുവിപ്പുറം ക്ഷേത്രയോഗമാണ് SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗം. അരുവിപ്പുറം ശിവപ്രതിഷ്ഠയാണ് അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത്. അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത് അരുവിപ്പുറം ശിവപ്രതിഷ്ഠയാണ്. അടുത്ത ചോദ്യം നോക്കാം. നാണു ആശാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്? നാണു ആശാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ശ്രീനാരായണ ഗുരുവാണ്. അടുത്തത് നോക്കാം. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ജി ശങ്കരക്കുറുപ്പാണ്. അടുത്തത് നോക്കാം. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന? ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ്. ഈ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരു സമർപ്പിച്ചത് ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടിയിട്ടാണ്. ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടിയിട്ടാണ് ശ്രീനാരായണ ഗുരു ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് രചിച്ചത്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. എന്നാൽ ശാകുന്തളം വഞ്ചിപ്പാട്ടോ? ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത് KP കറുപ്പനാണ്. ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത് KP കറുപ്പൻ. എന്നാൽ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചത് രാമപുരത്ത് വാര്യറാണ്. അത് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരു, ശാകുന്തളം വഞ്ചിപ്പാട്ട് KP കറുപ്പൻ, കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രാമപുരത്ത് വാര്യർ. ശ്രീനാരായണ ഗുരു തൻ്റെ ഭാര്യയെക്കുറിച്ച് എഴുതിയ കൃതിയാണ് കാളിമാല. ശ്രീനാരായണ ഗുരുവിൻ്റെ പത്നിയുടെ പേര് കാളി എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് എഴുതിയ കൃതിയാണ് കാളിമാല. അർദ്ധനാരീശ്വര സ്തോത്രം എഴുതിയതും ശ്രീനാരായണ ഗുരുവാണ്. അർദ്ധനാരീശ്വര സ്തോത്രം എഴുതിയതും ശ്രീനാരായണ ഗുരുവാണ്. ഇദ്ദേഹം 1897 ആത്മോപദേശ ശതകം രചിച്ചു. 1897 ആത്മോപദേശ ശതകം രചിച്ചു. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവയപരനു സുഖത്തിനായി വരണം എന്നത് ആത്മോപദേശ ശതകം കൃതിയിലെ വരികൾ. അടുത്തത് നോക്കാം. സംഘടിച്ച് ശക്തരാകുവിൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പ്രസ്താവിച്ചത് ആരാണ്? നമുക്കറിയാം, അത് ശ്രീനാരായണ ഗുരുവാണ്. സംഘടിച്ച് ശക്തരാകുവിൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, അതുപോലെ തന്നെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പ്രസ്താവിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ തന്നെ മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞതും ശ്രീനാരായണ ഗുരുവാണ്. ഞാനിതാ ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞതും ശ്രീനാരായണ ഗുരുവാണ്. അടുത്ത ചോദ്യം നോക്കാം. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയ വർഷം? ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയ വർഷം 1882. ശ്രീനാരായണ ഗുരുവും അതുപോലെ തന്നെ കുമാരനാശാനും കണ്ടുമുട്ടിയ വർഷം 1891. ശ്രീനാരായണ ഗുരുവും ഡോക്ടർ പൽപ്പുവും ഇവർ തമ്മിൽ സന്ദർശിച്ച വർഷം 1895. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയത് 1882. കുമാരനാശാനും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയത് 1891. ശ്രീനാരായണ ഗുരുവും ഡോക്ടർ പൽപ്പുവും കണ്ടുമുട്ടിയത് 1895. ഇത് ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് ശ്രീനാരായണ ഗുരുവും ഡോക്ടർ പൽപ്പുവും തമ്മിൽ കണ്ടുമുട്ടുന്നത് 1895.
ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവിനെ അയ്യങ്കാളി സന്ദർശിച്ച വർഷം 1912 ബാലരാമപുരത്ത് വെച്ചിട്ടാണ് ഇവർ കണ്ടുമുട്ടിയത്. ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയത് 1912 ബാലരാമപുരത്ത് വെച്ച്. ശ്രീനാരായണ ഗുരുവും വാഗ്ഭടാനന്ദനും കണ്ടുമുട്ടിയ വർഷം 1914. ശ്രീനാരായണ ഗുരുവും വാഗ്ഭടാനന്ദനും കണ്ടുമുട്ടിയ വർഷം 1914. ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടിയ വർഷം 1916. ശ്രീനാരായണ ഗുരു വാഗ്ഭടാനന്ദനെ കണ്ടുമുട്ടിയത് 1914. ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടിയത് 1916. ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജി സന്ദർശിച്ച വർഷം 1925 മാർച്ച് 12. ഇവർ കണ്ടുമുട്ടിയ സ്ഥലം എന്ന് പറയുന്നത് ശിവഗിരിയിൽ വെച്ചിട്ടാണ്. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയ സ്ഥലം ശിവഗിരിയാണ്. ശ്രീനാരായണ ഗുരുവിനെ രവീന്ദ്രനാഥ ടാഗോർ സന്ദർശിച്ചത് 1922 നവംബർ 22. ശ്രീനാരായണ ഗുരുവും ടാഗോറും സന്ദർശിക്കുന്ന സമയത്ത് ടാഗോറിനോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് CF ആൻഡ്രൂസ്. 1922 നവംബർ 22 ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിൽ സന്ദർശിക്കുന്ന സമയത്ത് ടാഗോറിനോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി CF ആൻഡ്രൂസ് ആണ്, ദീനബന്ധു. ഇത് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ. അടുത്ത ചോദ്യം നോക്കാം. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവാണ്. SNDP എന്നതൊരു ജനകീയ സംഘടനയാണ്. SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പു ആണ്. ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചത് പൽപ്പു പ്രേരിപ്പിച്ചത് മൂലമാണ് ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചത്. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ട് യോഗമാണ്. SNDPയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാനാണ്. SNDPയുടെ മുഖപത്രം വിവേകോദയമാണ് SNDPയുടെ മുഖപത്രം. ഇത് ആരംഭിച്ച വർഷം 1904. വിവേകോദയം പത്രത്തിൻ്റെ ആദ്യ പത്രാധിപൻ കുമാരനാശാനാണ്. ഇപ്പോഴത്തെ SNDPയുടെ മുഖപത്രം എന്നറിയപ്പെടുന്നത് യോഗനാഥമാണ്. SNDPയുടെ ആസ്ഥാനം കൊല്ലമാണ്. അടുത്ത ചോദ്യം നോക്കാം. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷം. 1924 ആയിരുന്നു. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ശിവദാസ് അയ്യരായിരുന്നു. ഈ ശിവദാസ് അയ്യർ ഇദ്ദേഹം മദ്രാസ് ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്നു. ഈ ആലുവ സമ്മേളനത്തിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തത്. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം 1913. 1913 ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. അതുപോലെ തന്നെ 1916 കാഞ്ചീപുരത്ത് നാരായണ സേവാ ആശ്രമം സ്ഥാപിച്ചു. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി സുരേന്ദ്രൻ രചിച്ച നോവലാണ് ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി സുരേന്ദ്രൻ രചിച്ച നോവലാണ് ഗുരു. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് R സുകുമാരനാണ്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവനെ പറ്റി നാരായണം എന്ന നോവൽ എഴുതിയത് പെരുമ്പടവം ശ്രീധരനാണ്. ശ്രീനാരായണ ഗുരു എന്ന മലയാള സിനിമ സംവിധാനം ചെയ്തത് PA ബക്കറാണ്. ശ്രീനാരായണ ഗുരു എന്ന മലയാള സിനിമ സംവിധാനം ചെയ്തത് PA ബക്കർ. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് ഗുരുദേവ കർണാമൃതം എന്ന കൃതി രചിച്ചത് കിളിമാനൂർ കേശവനാണ്. മഹർഷി ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചത് T ഭാസ്കരനാണ്. T ഭാസ്കരൻ രചിച്ച കൃതിയാണ് മഹർഷി ശ്രീനാരായണ ഗുരു. അടുത്തത് നോക്കാം. ശ്രീനാരായണ ഗുരു സമാധിയായത് 1928. സമാധി സ്ഥലം ശിവഗിരിയാണ്. ശിവഗിരി ആദ്യം അറിയപ്പെട്ടിരുന്നത് കുന്നിൻപുറം എന്നാണ്.
ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന രചനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം, നിർവൃതി പഞ്ചകം, അദ്വൈത ദീപിക, അറിവ്, ജീവകാരുണ്യ പഞ്ചകം, അനുകമ്പാ ദശകം, ജാതി ലക്ഷണം, ശിവശതകം. ഇതൊക്കെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട രചനകൾ. അടുത്ത ചോദ്യം നോക്കാം. കോടതിയിൽ നേരിട്ട് ഹാജരാക്കുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന നവോത്ഥാന നായകൻ. കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം നോക്കാം. ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് നവി മുംബൈയിലാണ്, മഹാരാഷ്ട്ര. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ശ്രീനാരായണ ഗുരുദേവൻ ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഉത്രം തിരുനാൾ അടുത്തത് നോക്കാം. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്ത വ്യക്തി ആരാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്ത വ്യക്തി മൂർക്കോത്ത് കുമാരനാണ്. മൂർക്കോത്ത് കുമാരൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കപ്പെട്ട സ്ഥലം തലശ്ശേരിയാണ്, കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി. ഇത് സ്ഥാപിക്കപ്പെട്ടത് 1927 അതുപോലെ 1881 ശ്രീനാരായണ ഗുരു സ്കൂൾ സ്ഥാപിച്ച സ്ഥലം അഞ്ചുതെങ്ങാണ്. 1881 ശ്രീനാരായണ ഗുരു സ്കൂൾ സ്ഥാപിച്ച സ്ഥലം അഞ്ചുതെങ്ങാണ്. ശ്രീനാരായണ ഗുരു തപസ്സനുഷ്ഠിച്ച മരുത്വാമലയിലെ ഗുഹ. ശ്രീനാരായണ ഗുരു തപസ്സനുഷ്ഠിച്ച മരുത്വാമലയിലെ ഗുഹ പിള്ളത്തടം ഗുഹയാണ്. വിവേകോദയവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം നോക്കാം. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണം. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണം വിവേകോദയമാണ്. വിവേകോദയം. ഇത് 1904 വിവേകോദയം ആരംഭിച്ചപ്പോഴുള്ള ഔദ്യോഗിക പത്രാധിപൻ എം ഗോവിന്ദനാണ്. 1904 വിവേകോദയം പത്രം ആരംഭിച്ചപ്പോഴുള്ള ഔദ്യോഗിക പത്രാധിപൻ എം ഗോവിന്ദനാണ്. അടുത്ത ചോദ്യം നോക്കാം. ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ ശാരദ പ്രതിഷ്ഠ നടത്തിയ വർഷം. ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ ശാരദ പ്രതിഷ്ഠ നടത്തിയ വർഷം 1912 1912. അടുത്ത ചോദ്യം നോക്കാം. അഷ്ടഭുജാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം. അഷ്ടഭുജാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം ശിവഗിരിയിലെ ശാരദാമഠമാണ്. ശിവഗിരി ശാരദാമഠമാണ്. അടുത്ത ചോദ്യം നോക്കാം. ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം. ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം 1904. ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ ശാരദ പ്രതിഷ്ഠ നടത്തിയ വർഷം 1912. നോക്കാം. 1999 ഡിസംബർ 31 ശ്രീനാരായണ ഗുരുവിന് നൂറ്റാണ്ടിലെ മലയാളി എന്ന വിശേഷണം നൽകിയ ദിനപത്രം. 1999 ഡിസംബർ 31 ശ്രീനാരായണ ഗുരുവിന് നൂറ്റാണ്ടിലെ മലയാളി എന്ന വിശേഷണം നൽകിയ ദിനപത്രം മലയാള മനോരമയാണ്. ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിച്ച വർഷം 1928 ജാനുവരി 9. 1928 ജാനുവരി 9. അടുത്ത ചോദ്യം നോക്കാം. പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്യുലർ ആൻഡ് പീസ് അവാർഡ് ലഭിച്ചത്. പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്യുലർ ആൻഡ് പീസ് അവാർഡ് ലഭിച്ചത് ശശി തരൂറിനാണ്. ശശി തരൂർ. അടുത്തത് നോക്കാം. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ കന്നേറ്റിക്കായലാണ്, കരുനാഗപ്പള്ളിയിലെ കന്നേറ്റിക്കായലിലാണ് ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത്. അടുത്തത് നോക്കാം. നാരായണ ഗുരുസ്വാമി എന്ന ജീവചരിത്രം എഴുതിയത് ആരാണ്? നാരായണ ഗുരുസ്വാമി എന്ന ജീവചരിത്രം എഴുതിയത് MK സാനു ആണ്. MK സാനു. അപ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ഒരുവിധം ഭാഗങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.